വൈകുന്നേരം ചായയുടെ കൂടെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരം കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാൻ ആദ്യം തന്നെ ഇതിലേക്കൊരു കൂട്ട് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള 3 പച്ചമുളക്, അത്യാവശ്യം എരിവുള്ള 3 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചിയുടെ വലിപ്പം കൂടി പോകണ്ട കേട്ടോ, മുട്ടൊക്കെ ചേർത്തിട്ടുള്ളതല്ലേ. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചെറിയൊരു കഷ്ണം സവാളയും കൂടെ ചേർത്തിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് അരിഞ്ഞ് കിട്ടണം കേട്ടോ. ഇനി മുട്ട ചേർക്കുന്നതിന് മുമ്പായിട്ട് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് പിന്നെ മുട്ട അതിലേക്ക് ഇട്ടിട്ട് മിക്സാക്കി എടുത്താലും മതി. അപ്പോൾ ഈ ഒരു കൂട്ടൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഇനി വേണ്ടത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ അരികൊക്കെ ബ്രൗൺ പാർട്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ പകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ബ്രെഡും ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ബ്രൗൺ പാർട്സ് ഒഴിവാക്കുന്നില്ല കേട്ടോ, അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്ത് വെക്കുന്നുണ്ട്. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഇനി ഓരോ പീസ് ബ്രെഡും ആദ്യം മുട്ടയുടെ കൂട്ടിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും ഇതേ രീതിയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ചൂടായിട്ടുള്ള പാനിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗവും കളറൊക്കെ മാറി നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. പിന്നെ ഇത് ഡീപ്പ് ഫ്രൈ ആയിട്ടും ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ കൂടുതൽ എണ്ണ പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇങ്ങനെയാണ് ഏറ്റവും ബെസ്റ്റ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി പലഹാരമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്ക് പെപ്പറിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്